നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, നമ്മുടെ കാരണവന്മാർ, തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ, പ്രത്യേകം കഴിഞ്ഞ ദിവസം നമ്മുടെ മഹലിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാവ് അടക്കമുള്ളവർ അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, ഖബർ വെളിച്ചത്തിലാക്കട്ടെ. നാളെ പരിശുദ്ധ സ്വർഗത്തിൽ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും അത് ശരിയാകണമെങ്കിൽ, പടച്ചവന്റെ അടുക്കൽ അത് പരിപൂർണമായി ഖബൂലിയത്തുള്ളതാകണമെങ്കിൽ, നാം ഓരോരുത്തരുടെയും ആത്മാവ് കുടികൊള്ളുന്ന, നിലകൊള്ളുന്ന നമ്മുടെ മനസ്സിന്റെ പരിപൂർണമായ സാന്നിധ്യം ആ അമലിനുണ്ടാകണം എന്നുള്ളത് നിർബന്ധമാണ്. മനസ്സറിഞ്ഞു വേണം നമ്മൾ അമലുകൾ ചെയ്യാൻ. ഇത് നമ്മൾ ചെയ്യുന്ന നിത്യേന നമ്മൾ നിർവഹിക്കുന്ന നമ്മുടെ നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, അല്ലെങ്കിൽ ഹജ്ജാകട്ടെ, പടച്ചവന്റെ ദർബാറിലേക്ക് കരങ്ങളുയർത്തിക്കൊണ്ടുള്ള നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ദുആകൾ എന്തുമാകട്ടെ, അത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ, പരിപൂർണമായി അള്ളാഹു അത് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യണമെങ്കിൽ, നമ്മുടെ മനസ്സിന്റെ പൂർണ്ണമായ സാന്നിധ്യം അതിന് നിർബന്ധമാണ് എന്നാണ്. എത്ര മനോഹരമായ ശബ്ദത്തിൽ ഒരാൾ ദുആ നിർവഹിച്ചാലും, നല്ല സുന്ദരമായ ശബ്ദവും വാക്കുകളും സംഗീതാത്മക ശൈലിയും ആ നിലക്കൊരാൾ ദുആ ചെയ്താലും അത് ആത്മാർത്ഥമല്ലെങ്കിൽ, ഖൽബിൽ കൊണ്ടുള്ള പ്രാർത്ഥനയല്ലെങ്കിൽ ആ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ട എന്നാണ്. ആ ദുആഇന് ഇജാബത്ത് തരാൻ അല്ലാഹു തയ്യാറല്ല. വഅലമു അന്നല്ലാഹ ലാ യഖ്ബലു, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതല്ല ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ, അശ്രദ്ധ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന, അത് അല്ലാഹു സ്വീകരിക്കില്ല. മനസ്സറിഞ്ഞുള്ള ദുആയാണ് അല്ലാഹുവിന് വേണ്ടത്, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത്. അല്ലാത്ത ദുആ അത് എത്ര സുന്ദരമായ ഭാഷയും മനോഹരമായ ശൈലിയും എന്താണെങ്കിലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അത് വേണ്ട എന്നാണ്. നമ്മുടെ നിസ്കാരങ്ങളും അങ്ങനെ തന്നെ. നമ്മുടെ ശരീരം മാത്രമാണ് നിസ്കരിക്കുന്നത്, നമ്മുടെ മനസ്സ് നിസ്കാരത്തിലില്ലെങ്കിൽ ആ നിസ്കാരവും അല്ലാഹുവിന് വേണ്ടാത്ത നിസ്കാരമാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അശ്രദ്ധമായി നിസ്കരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ നാശം, നരകത്തിലെ ഏറ്റവും ശക്തമായ കഠിനമായ ശിക്ഷയുള്ള വൈൽ എന്ന ഭാഗം അത്തരം നിസ്കാരക്കാർക്കാണ് പരിശുദ്ധമായ ഖുർആൻ. അത് യഥാർത്ഥത്തിൽ നിസ്കാരം അഭിനയിക്കുന്ന മുനാഫിഖുകളെ പറ്റിയാണ്, കപടവിശ്വാസികളെ പറ്റിയാണ് ആ ആയത്ത് പറയുന്നതെങ്കിലും ശ്രദ്ധയില്ലാതെ നിസ്കരിക്കുന്ന ആളുകൾക്കും അത് മുന്നറിയിപ്പാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അശ്രദ്ധമായി നിസ്കരിക്കുന്നവർക്കാണ് ഏറ്റവും വലിയ നാശം. നമ്മുടെ നിസ്കാരമായാലും, നമ്മുടെ നോമ്പായാലും, നമ്മുടെ ദുആയാണെങ്കിലും, നാം ചെയ്യുന്ന ഏത് അമലുകളും ശരീരത്തോടൊപ്പം നമ്മുടെ മനസ്സും അതിനോട് ചേരുമ്പോഴാണ്
മനസ്സുകൊണ്ടുകൂടി അതിൽ നമ്മൾ പങ്കാളികളാകുമ്പോഴാണ് അത് പടച്ച റബ്ബിന്റെ മുന്നിൽ സ്വീകരിക്കപ്പെടുന്നതാകുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ഒരു ഹദീസുണ്ട്. മുൻകഴിഞ്ഞ നബിമാരിൽപ്പെട്ട ഒരു നബി, ഒരു പ്രവാചകൻ, ഒരു യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് തന്റെ അനുയായികളോട് പറഞ്ഞു, ലാ യത്തബിഉനി റജുലുൻ ഖദ് മലക ബുദ്അ ഇംറഅത്തിൻ. അടുത്ത കാലത്ത് വിവാഹം കഴിഞ്ഞ ഒരു മനുഷ്യൻ തന്റെ ഭാര്യയുമായി കൂടിച്ചേരണമെന്ന് അവന് വല്ലാത്ത ആഗ്രഹമുണ്ട്. പക്ഷേ വലമ്മ യബ്നി, ഇതുവരെ അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. അടുത്ത വിവാഹം കഴിഞ്ഞതാണ്, പക്ഷേ ഇതുവരെ കൂടിച്ചേരാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അത് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവനാണ്. അങ്ങനത്തെ ഒരാൾ ഈ യുദ്ധത്തിന് എന്റെ കൂടെ പുറപ്പെട്ടേക്കരുത്. കാരണം അവൻ വന്നാൽ അവന്റെ ശരീരം മാത്രമേ വരൂ, അവന്റെ മനസ്സ് കൂടെ വരില്ല. അതിന്റെ കാരണം അതാണ്. അവൻ യുദ്ധത്തിന് വന്നാൽ അവന്റെ ശരീരം മാത്രമേ വരൂ, അവന്റെ മനസ്സ് വരൂല. വീണ്ടും റസൂല് പറഞ്ഞു, ഒരാളും പുറപ്പെട്ടേക്കരുത്, ഒരു മനുഷ്യനും പുറപ്പെട്ടേക്കരുത്. എങ്ങനെ മനുഷ്യനാണ്? വല ആഖറു ഖദ് ബനാ ബുന്യാനൻ വലമ്മാ യർഫഉ സഖഫഹാ ലിസുഖഫഹാ. വീട് പണിതുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, പക്ഷെ അത് പൂർത്തിയാക്കിയിട്ടില്ല. അവൻ എങ്ങനെയും അത് പൂർത്തിയാക്കാനുള്ള ആഗ്രഹത്തിലും അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലുമാണവൻ. അതിന് സാധിച്ചിട്ടില്ല. അങ്ങനത്തെ മനുഷ്യനും എന്നോടൊപ്പം ഈ യുദ്ധത്തിന് പുറപ്പെടരുത്. കാരണം അവൻ വന്നാലും അവന്റെ ശരീരം മാത്രമേ വരൂ, അവന്റെ മനസ്സ് കൂടെ വരില്ല. അവന്റെ ശരീരം മാത്രമേ വരൂ, മറ്റൊരാളും പുറപ്പെട്ടേക്കരുത്. ആടുകളെ വാങ്ങിയവൻ, അതല്ലെങ്കിൽ ഒട്ടകങ്ങളെ വാങ്ങിയ ഒരുത്തൻ, അതിന്റെ പ്രസവം അവൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇതിന്റെ പ്രസവിക്കാനുള്ള സമയമായി, കുഞ്ഞുണ്ടാകാനുള്ള സമയമായിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുത്തൻ, അവന്റെ ജീവിത വരുമാന വഴികളത് അതെല്ലാമാണ്. അങ്ങനെ കാത്തിരിക്കുന്ന ഒരുത്തൻ, അവനും എന്നോടൊപ്പം യുദ്ധത്തിന് പുറപ്പെട്ടേക്കരുത്. കാരണം അവരുടെ ഒന്നും മനസ്സ് കൂടെ വരില്ല. അതിന്റെ കാരണം അതാണ്, ശരീരം മാത്രമേ വരൂ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അമലുകൾ, അത് നമ്മൾ ചെയ്യുന്ന ഏത് അമലാണെങ്കിലും ശരീരം മാത്രമല്ല, അതിനോടൊപ്പം നമ്മുടെ മനസ്സും പങ്കുചേരുമ്പോഴാണ് അത് അള്ളാഹുവിന്റെ അടുക്കൽ പരിപൂർണമായി സ്വീകരിക്കപ്പെടുന്ന അമലായി മാറുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഹജ്ജ് എന്നുള്ളത്. അതിലേറ്റവും ഹജ്ജ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ജിഹാദാണ്. ശരീരം മാത്രമല്ല, അതിനോടൊപ്പം മനസ്സുകൂടി സഞ്ചരിക്കുമ്പോഴാണ്, ഹജ്ജ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ഹജ്ജായി മാറുന്നത്. മക്കളുടെ നിർബന്ധപ്രകാരം ഒരാൾ ഹജ്ജിന് പോയതാണ്. മക്കളുടെ നിർബന്ധപ്രകാരം, സ്വന്തമായി താല്പര്യത്തിന്റെ പേരിലല്ല പോയത്, മക്കളുടെയൊക്കെ നിർബന്ധപ്രകാരമാണ്. അങ്ങനൊരു മനസ്സോടുകൂടെയാണ് ആ മനുഷ്യൻ വിശുദ്ധമായ ഹറമുകളിൽ കഴിഞ്ഞുകൂടിയത്. ഹജ്ജ് ഹജ്ജാകൂല. മനസ്സ് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ചില പെൺകുട്ടികൾ അല്ലെങ്കിൽ ചില ആൺകുട്ടികളൊക്കെ ഏതെങ്കിലും പ്രശ്നങ്ങളിൽ പെടുമ്പോ അതിൽ നിന്നൊക്കെ പരിഹാരം എന്ന നിലക്ക് ഹജ്ജിനോ ഉംറക്കൊക്കെ പറഞ്ഞുവിടും. മനസ്സ് മാറിയിട്ടില്ല. നാട്ടിൽ നിന്നും മനസ്സ് മാറിയിട്ട് പരിശുദ്ധമായ മക്കയെയും മദീനയെയും ഹജ്ജിനെയും ഉംറയെയും ഒക്കെ മനസ്സുകൊണ്ട് സ്വീകരിച്ചിട്ട് ആ നല്ല മനസ്സോടുകൂടെയാണ് പുറപ്പെടുന്നതെങ്കിൽ അത് അള്ളാഹു സ്വീകരിക്കുന്നതും മാറ്റത്തിന് കാരണമാണ്. അതല്ലെങ്കിൽ മക്കയിൽ പോയതാണ് എന്ന് പറഞ്ഞൊന്നും മാറിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി നമ്മെ സംബന്ധിച്ചിടത്തോളം ശരീരത്തോടൊപ്പം മനസ്സ് സഞ്ചരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് ഹജ്ജ് എന്നുള്ളത്. നമ്മുടെയൊക്കെ നാടുകളിൽ നിന്ന് ഹാജിമാർ യാത്ര പറയുകയും ചോദിക്കുകയും അവര് യാത്ര പുറപ്പെടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഹജ്ജ് കമ്മിറ്റിയിൽ നിന്ന് ഉള്ള ആദ്യ സംഘം നാളെയാണ് പുറപ്പെടുന്നത്, കോഴിക്കോട് നിന്ന്.
കണ്ണൂരിൽ നിന്ന് 11-ാം തീയതിയാണ്. നമ്മുടെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് വരുന്ന 16-ാം തീയതിയാണ് ആദ്യത്തെ സംഘം പുറപ്പെടുന്നത്. അള്ളാഹു അവരെയൊക്കെ ഖബൂൽ ചെയ്യട്ടെ. മഖ്ബൂലും മബ്റൂറുമായി എല്ലാ അമലുകളും നിർവഹിക്കാനുള്ള എല്ലാ തൗഫീഖുകളും അള്ളാഹു പ്രദാനിക്കട്ടെ. നമ്മുടെ നാട്ടിൽ നിന്ന് മഹല്ലിൽ നിന്ന് ഹജ്ജിന് പുറപ്പെടുന്ന ഹാജിമാർക്കുള്ള നമ്മുടെ നാടിന്റെ മഹല്ലിന്റെ യാത്രയയപ്പ് സദസ്സ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് വരുന്ന ഞായറാഴ്ചയാണ്. വരുന്ന ഞായറാഴ്ച അസർ കഴിഞ്ഞ് നമ്മുടെ അൽ ഫലാഹ് മദ്രസയിൽ വെച്ചാണ് അവർക്ക് വേണ്ടിയുള്ള യാത്രയയപ്പ് സദസ്സ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഹാജിമാര് മാത്രമല്ല, നമ്മളെല്ലാവരും അതിൽ പങ്കുചേരണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹജ്ജ് യാത്ര എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ മനോഹരമായ ഒരു യാത്ര ഈ ദുനിയാവിൽ മറ്റെന്താണുള്ളത്? ഇത്ര ഭാഗ്യം സിദ്ധിച്ച ഭാഗ്യവാന്മാരുടെ യാത്ര ഹജ്ജ് യാത്ര പോലെ മറ്റൊരു യാത്രയില്ല എന്നാണ്. അൽ ഹുജ്ജാജു വൽ ഉമ്മാറു വഫ്ദുല്ലാഹ്. അല്ലാഹുവിന്റെ അതിഥികളാണവർ, പടച്ചവന്റെ അതിഥികളാണ്. അള്ളാഹുവിന്റെ അതിഥിയായിട്ടൊരു യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ സൗഭാഗ്യം തള്ളത്. നമ്മൾ മൂന്നാർ പോകും പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോകും പോലെയല്ല, ഇത് പടച്ചവന്റെ അതിഥിയായിട്ടാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. മക്കയിൽ നിന്ന് മസ്ജിദുൽ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കും ആ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശങ്ങളും കടന്ന് അള്ളാന്റെ റസൂൽ നടത്തിയ ഇസ്രാഇന്റെ മിഅ്റാജിന്റെ അത്ഭുത യാത്ര അള്ളാന്റെ അതിഥിയായിട്ട് നടത്തിയ യാത്രയാണ്. അല്ലാഹു വിളിച്ചിട്ട് പോയതാണ്, പടച്ചവന്റെ അതിഥിയായി. അതുപോലെ ഒരു ഹാജ് പോകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിഥിയായിട്ടാണ്. പടച്ചവന്റെ അതിഥിയായി അള്ളാന്റെ വിളിക്കുത്തരം ചെയ്തിട്ടാണ് സ്വീകരിക്കുന്നതാരാണ്? ഇന്നൽ ഹുജ്ജാജ ഇദാ ഖദിമൂ മക്ക. ഹാജിമാർ മക്കയിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ തലഖത്തുഹുൽ മലായിക. അവരെ സ്വീകരിക്കുന്നത് പടച്ചവന്റെ അനുഗ്രഹത്തിന്റെ മലക്കുകളാണ്. മക്കയിലേക്ക് ചെന്നാൽ ഹാജിമാരെ സ്വീകരിക്കുന്നത് ആരാണ്? അടുത്ത ഗവൺമെന്റ് സംവിധാനങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ആദ്യം ചെല്ലുന്ന സംഘങ്ങൾക്കൊക്കെ. അവസാനം ചെല്ലുന്ന സംഘമാണെങ്കിലും അവരെ സ്വീകരിക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ മലായികത്തുകളാണ്. ഫസല്ലമു, അവര് സലാം പറയും, മലക്കുകൾ സലാം പറയും. വസാഫഹു, കൈപിടിച്ച് മുസാഫഹ ചെയ്യും. വഅതനകു, കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യും. എല്ലാ ഹാജിമാരെയും ചെല്ലുന്നവരെല്ലാം അള്ളാന്റെ അതിഥിയായിട്ട് പോകുക. ലക്ഷക്കണക്കിന് മലക്കുകളുടെ സലാം ഏറ്റുവാങ്ങിയിട്ട് അവരുടെ മുസാഫഹത്തും മുആനഖത്തും ഏറ്റുവാങ്ങിയിട്ട് പരിശുദ്ധ ഭൂമിയിലേക്ക് കടന്നു പോവുക. ഇതിനേക്കാളും വലിയ ഭാഗ്യം എന്താണ് ഈ ദുനിയാവിൽ ഒരു മനുഷ്യന് കിട്ടാനുള്ളത്? ഉമ്മ പ്രസവിച്ച ദിവസം ഒരു കുഞ്ഞിന്റെ ഖൽബ് എത്ര പരിശുദ്ധമാണോ അതുപോലെ പരിശുദ്ധ ഹൃദയത്തോടു കൂടെയാണ് ഒരു ഹാജി എല്ലാം കഴിഞ്ഞും മടങ്ങി വരുന്നത്. അങ്ങനെ മടങ്ങാനുള്ള യാത്രയാണ്. ഇപ്പൊ പ്രസവിച്ച കുഞ്ഞിന്റെ ഖൽബ് പോലെ ഒരു യഥാർത്ഥ ഹാജിയുടെ ഖൽബ് മാറുന്നതാണ്. അങ്ങനെ മടങ്ങാനുള്ള യാത്രയാണ്. ദുആകൾക്കെല്ലാം ഇജാബത്തുള്ള യാത്ര. ആദ്യമായിട്ടൊരു മനുഷ്യൻ പരിശുദ്ധമായ കഅബാലയം കാണുന്ന സമയത്ത് ആ മനുഷ്യന്റെ എല്ലാ ദുആകളും അല്ലാഹു സ്വീകരിക്കുന്നതാണ്. എന്ത് ചോദിച്ചാലും ആദ്യം കഅബാലയത്തെ കാണുമ്പോൾ ചോദിക്കുക, എല്ലാം അല്ലാഹു സ്വീകരിക്കും. ഇജാബത്ത് ഉറപ്പാണ്. ഹജറുൽ അസ്വദിന്റെ പരിസരത്ത് ദുആ ചെയ്താൽ ഉറപ്പാണ്. മുൽത്തസമിൽ ദുആ ഇജാബത്ത് ഉറപ്പാണ്. കഅബയുടെ ഡോറിന്റെ ഭാഗത്ത് ഹിജർ ഇസ്മാഈലിൽ റുക്നി യമാനിയിൽ
സംസമിന്റെ ഭാഗത്ത് സംസം കുടിച്ചിട്ടുള്ള ദുആ, മതാഫിൽ മുഴുവനും, സഫയിലുള്ള ദുആ, മിനയിലുള്ള ദുആ, അറഫയിലെ ദുആ, മുസ്ദലിഫയിലെ ദുആ, ജംറാത്തുകളുടെ പരിസരത്തുള്ള ദുആ, എല്ലാം ഉറപ്പാണ്. നമുക്ക് ഇപ്പോ ഈ വെള്ളിയാഴ്ച ദുആ ഇജാബത്തുള്ള ഒരു സമയമുണ്ട്, ജുമഅയ്ക്ക്. ആ സമയത്ത് ദുആ ചെയ്താൽ ഉറപ്പാണ് അല്ലാഹ് സ്വീകരിക്കും. പക്ഷെ അത് ഏത് സമയം അല്ലാഹു അഅലം, അത് അല്ലാഹ്ക്ക് മാത്രമേ അറിയൂ ഏത് സമയമാണ്. അത് ഇന്ന സമയം എന്ന് നമുക്ക് നിശ്ചയിക്കപ്പെട്ടു തന്നിട്ടില്ല. ഒരു സമയമുണ്ട്, അത് അസറിന് ശേഷമാണ് എന്ന് വല്ല അഭിപ്രായമുണ്ട്. വലിയ അഭിപ്രായമാണ്. വെള്ളിയാഴ്ച അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള സമയമാണത് എന്ന് വല്ല അഭിപ്രായമുണ്ട്. പക്ഷേ പരിശുദ്ധമായ കഅബാലയത്തിന്റെ അടുക്കൽ നിന്നിട്ട് ദുആ ചെയ്താൽ ഇന്ന സമയമെന്നില്ല, ഏത് സമയവും ആ ദുആ അല്ലാഹു സ്വീകരിക്കുന്ന ദുആയാണ്. ഈ ഹാജിമാരുടെ യാത്ര എന്ന് പറഞ്ഞാൽ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ യാത്ര എന്ന് പറഞ്ഞാൽ ഈ സൗഭാഗ്യങ്ങളിലേക്കുള്ള യാത്രയാണ്. അള്ളാഹുവിന്റെ അതിഥിയായി പടച്ചവന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഒരുപ്പ പിറന്ന കുഞ്ഞിനെ പോലെ മടങ്ങാനുള്ള പരിശുദ്ധമായ ഈ ദുനിയാവിലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും ഭാഗ്യം സിദ്ധിച്ച യാത്രയാണ് ഒരു ഹാജിയുടെ യാത്ര എന്ന് പറഞ്ഞാൽ. അള്ളാഹു സ്വീകരിക്കട്ടെ. നമുക്കൊക്കെ അള്ളാഹു ആ വലിയ തൗഫീഖ് പ്രദാനിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ ശരീരം മാത്രം പോയാ പോരാ, മനസ്സുകൂടി പോകണമെന്നുള്ളതാണ്. കൽബുകൂടി സഞ്ചരിക്കണം. അതിനോടൊപ്പം ആത്മീയമാകണം. നമ്മുടെ ഏത് അമലും അങ്ങനെ, നിസ്കാരവും അങ്ങനെ, പ്രത്യേകിച്ച് ഹജ്ജും അത് ആത്മീയമാകണം. ആത്മാവ്, നമ്മുടെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് ഹജ്ജും ഉംറയും നിങ്ങൾ സമ്പൂർണമായിട്ട് നിർവഹിക്കുക. ഇല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജും ഉംറയും സമ്പൂർണമായി, ഒരു കുറവും വരാതെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ സാന്നിധ്യം അതിൽ പരിപൂർണമായിട്ട് അങ്ങോട്ട് ഉണ്ടാകുമ്പോഴാണ്, മനസ്സിന്റെ സാന്നിധ്യം പരിപൂർണമായിട്ടുണ്ടാകുമ്പോഴാണ് അതങ്ങ് സമ്പൂർണമാകുന്നത്. അങ്ങനെ ഹജ്ജും ഉംറയും ചെയ്യണം എന്നാണ് പരിശുദ്ധമായ ഖുർആൻ ഒക്കെ പഠിപ്പിച്ച്. അങ്ങനെ ഒരു ഹാജിയുടെ മനസ്സ് അങ്ങനെ ആകുമ്പോ തവാഫിന്റെയും സഈന്റെയും ഇടയിൽ മൊബൈലിൽ ഇങ്ങനെ സെൽഫി എടുത്തുകൊണ്ട് തവാഫും സഈയും ചെയ്യാൻ ആ ഹാജിക്ക് കഴിയൂല. അറഫയിലും മിനയിലും ഇരുന്നിട്ട് തമാശ പറയാൻ ആ ഹാജിക്ക് കഴിയില്ല. ഒക്കെ സർവ്വസാധാരണ അവിടെ നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അമലുകൾ കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കോ എടുക്കാതിരിക്കോ, സെൽഫി എടുക്കോ, എന്തും ചെയ്യാം. പക്ഷേ ആ തവാഫിന്റെ ഇടക്ക്, സഈന്റെ ഇടക്ക്, അമലിന്റെ ഇടക്ക് മൊബൈൽ ഉപയോഗിച്ച് ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് ഒരു യഥാർത്ഥ ഹാജിക്ക് അങ്ങനെ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹാജിമാരെയൊക്കെ യഥാർത്ഥ ഹാജിമാരായി സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലൂടെ കുറെ ഹാജിമാരുടെ സംഘം നടന്നു പോകുന്നത് കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു, വറഖബു കസീർ, ധാരാളം സംഘങ്ങളുണ്ടല്ലോ, ധാരാളം സംഘങ്ങൾ കടന്നു പോകുന്നുണ്ടല്ലോ. പക്ഷേ വൽ ഹുജ്ജാജു ഖലീൽ, ഇതിൽ ഹാജിമാരുടെ എണ്ണം കുറവാണല്ലോ. എല്ലാവരും ഹാജിമാരാണ്, കടന്നു പോണ എല്ലാവരും ഹാജിമാർ. അത് കണ്ടിട്ടാണ് അദ്ദേഹം പറയുന്നത്, ധാരാളം ആളുകൾ പോകുന്നുണ്ട്, ശരിയാണ്, പക്ഷെ വൽ ഹുജ്ജാജു ഖലീൽ, ഹാജിമാരുടെ എണ്ണം, യഥാർത്ഥ ഹാജിമാരുടെ എണ്ണം കുറവാണ്. വസ്സാലിമാം റഹ്മത്തുള്ളാഹി തആല ഒരു സ്വപ്ന സംഭവം പറയുന്നുണ്ട്. അലിയുൽ മുവഫഖ് എന്ന മഹാനവർകൾ കണ്ടത്, ഈ വർഷം പരിശുദ്ധ കഅബാലയത്തിങ്കൽ ഹജ്ജ് ചെയ്തവരുടെ എണ്ണം 6 ലക്ഷം പേരാണെങ്കിൽ അതിൽ അല്ലാഹ് സ്വീകരിച്ചത് വെറും 6 പേരുടെ ഹജ്ജ് മാത്രമാണ്. വസ്സാലിമാം റിപ്പോർട്ട് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹാജിമാരെയൊക്കെ കാക്കട്ടെ. മനസ്സുകൊണ്ട്, പരിപൂർണമായി മനസ്സുകൊണ്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ നിന്നൊരു ഹാജി പോകുമ്പോ ഇതുവരെ ദുനിയാവിൽ അവർ ആരെല്ലാമായിട്ട് ബന്ധപ്പെട്ടാണോ ജീവിച്ചത് അവരെല്ലാവരുടെയും പൊരുത്തവും ദുആയും വാങ്ങിയിട്ടേ അവര് പോകാവൂ. അതുകൊണ്ടാണ് ഈ പൊരുത്തം മേടിക്കണം എന്നൊക്കെ പറയുന്നത്.
വെറുതെ പോയി വാങ്ങാൻ പറ്റുന്ന സൗഭാഗ്യമൊന്നും അല്ല ഇത്. മരണത്തിന് വേണ്ടി എങ്ങനെ തയ്യാറാകുന്നു അങ്ങനെ വേണമെന്നാണ്. നാളെ ഞാൻ മരിക്കും എന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ ആളുകളോട് എങ്ങനെ നമ്മൾ സംസാരിക്കും, എങ്ങനെ പൊരുത്തം ചോദിക്കും, അതുപോലെ പൊരുത്തം ചോദിക്കണമെന്നാണ് അത് പറയുന്നത്. ഈ സൗഭാഗ്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോഴാണ്, ഹജ്ജ് സമ്പൂർണമാകുന്നത് അപ്പോഴാണ്. അതല്ലാതെ നിനക്ക് വേണമെങ്കിൽ പൊരുത്തപ്പെട്ടു വന്നോ എന്ന മനസ്സോട് കൂടെയാണ് നമ്മൾ ചോദിക്കുന്നത് എങ്കിൽ പോയി ചെയ്തു വരുന്ന ഹജ്ജിൽ അത് പേപ്പർ ഹാജി മാത്രമായിരിക്കും. ഗവൺമെന്റ് റിക്കാർഡിൽ നമ്മൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാകൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കട്ടെ. ഇങ്ങനെ ഒരാൾ നമ്മുടെ അടുക്കൽ വന്നിട്ട് ആത്മാർത്ഥമായിട്ട് ചോദിച്ചാൽ ആ സമയത്ത് ആത്മാർത്ഥമായി പൊരുത്തം കൊടുക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ നമ്മൾ പേടിക്കണം, നമ്മളും അത് ശ്രദ്ധിക്കണം. ഹജ്ജിന്റെ സമയം ആവട്ടെ, ഏത് സമയമായിട്ട് ഒരാൾ വന്ന് ചോദിക്കുന്നത് ആത്മാർത്ഥമാണെങ്കിൽ ആ സമയത്ത് അതൊരു അവസരമായിട്ട് കണ്ടിട്ട് അവനെ വീട്ടിൽ നിന്ന് ആട്ടിയിറക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അള്ളാന്റെ ശാപം പേടിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കട്ടെ. അതുകൊണ്ട് ഹജ്ജിന് പോകുന്നവർ, അവരെ യാത്രയാക്കുന്നവർ എല്ലാവരും ശ്രദ്ധിക്കേണ്ട സമയമാണ്. എല്ലാവരും പോകുന്നവരും ശ്രദ്ധിക്കണം, യാത്രയാക്കുന്നവരും ശ്രദ്ധിക്കണം. എല്ലാവരോടും നമ്മൾ ദുആ വസിയത്ത് ചെയ്യണം. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ഉംറക്ക് യാത്രയാക്കുന്ന സമയത്ത് അള്ളാന്റെ റസൂല് പറഞ്ഞത്, പൊന്നുമോനെ സഹോദര, ഈ സാധുവിന് വേണ്ടി ദുആ ചെയ്യാൻ മറക്കരുത് ട്ടോ എന്നാണ്. ഈ സാധുവിന് വേണ്ടി ദുആ ചെയ്യാൻ മറക്കരുത് ട്ടോ എന്നാണ്. ഹജ്ജിന് ആളുകൾ യാത്ര ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ്, അവരുടെ വീട്ടിൽ നടക്കുന്ന ഹജ്ജ് ഫംഗ്ഷന് നമ്മൾ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ശരി, അവരെ കണ്ടിട്ടോ ഫോൺ വിളിച്ചിട്ടോ നിങ്ങൾ പോകുകയാണെന്നുള്ള വിവരം അറിഞ്ഞു, എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നൊന്ന് വസിയത്ത് ചെയ്യാം. സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മരിക്കുന്നതിന് മുമ്പ് പലവട്ടം വിശുദ്ധ ഹറമുകളിൽ ഹജ്ജിനും ഉംറക്കുമായി എത്തിച്ചേരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും ദുആ വസിയത്ത് ചെയ്തവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ വർഷത്തെ മുഴുവൻ ഹാജിമാരെയും അല്ലാഹു സ്വീകരിക്കട്ടെ. പ്രത്യേകം നമ്മുടെ മഹല്ലിൽ നിന്ന് നമ്മുടെ പ്രതിനിധികളായിട്ട് പുറപ്പെടുന്നവർ പടച്ച റബ്ബ് അവരുടെ യാത്രയും അവരുടെ അമലുകളും അവന്റെ പൊരുത്തത്തിലായി കബൂൽ ചെയ്യട്ടെ. മഖ്ബൂലും മബ്റൂറുമായി അമൽ ചെയ്ത് മടങ്ങിയെത്താൻ എല്ലാ തൗഫീഖുകളും അല്ലാഹു നസീബാക്കി അനുഗ്രഹിക്കട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഉദ്ഹിയത്തിന് വേണ്ടി തയ്യാറെടുക്കേണ്ട സമയം കൂടിയായിട്ടുണ്ട്. ഏകദേശം ബലിപെരുന്നാളിന് 1 മാസം മാത്രമാണ് അവശേഷിക്കുന്നത്. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ, 2 പേര് ചേർന്നാണെങ്കിൽ അങ്ങനെ, 3 പേരായിട്ടാണെങ്കിൽ അങ്ങനെ, 4 പേരായിട്ടാണെങ്കിൽ അങ്ങനെ, 5, 6, 7 പേര് ചേർന്നേ സാധിക്കൂ എങ്കിൽ അങ്ങനെ. ഏത് നിലക്കാണെങ്കിലും നമ്മൾ ഉദ്ഹിയത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് അത് നേരത്തെ വാങ്ങി അതിനെ നോക്കി നമ്മുടെ സ്വന്തം മക്കളെ പോലെ നോക്കി പരിപാലിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.